അതിനേക്കാളും മോശം അപരാധമായി നമ്മൾ പ്രതീക്ഷയെക്കാളും അപ്പുറമായി പോയി. ഫസ്റ്റ് ഹാഫ് ഒന്നും കണ്ടിരിക്കാൻ പറ്റാത്ത ഒരു അപരാധം ലെവൽ സിനിമ. വേണ്ടിയിരുന്നില്ല ലാലേട്ടാ. അതിനെ എത്രത്തോളം നശിപ്പിക്കാൻ പറ്റുമോ ഒരു നിലവാരമില്ലാത്ത ഡയറക്ടറായിപ്പോയി. എൻ്റെ മനസ്സിൽ തോന്നിയത് ഒരുപാട് പൈസ ഉള്ളവർ കുറേ പൈസ നഷ്ടമാണെന്ന് കാണിക്കാൻ വേണ്ടി ഒരു സിനിമ എടുക്കൂലേ, അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. എന്നാലും എൻ്റെ ലാലേട്ടാ, ഈ കൊടുംചതി ഈ 2025 പോണ പോക്കില് വേണ്ടായിരുന്നു. ഈ അടുത്ത വർഷം മറ്റോ ഇറക്കിയാൽ മതിയായിരുന്നു. എന്തായാലും ഈ കന്നഡക്കാരും തെലുങ്കുകാരും കാണിക്കുന്ന വിക്രികളൊക്കെ ഈ മലയാളികളുടെ മുമ്പിൽ കാണിച്ചാൽ അത് മലയാളികൾക്ക് ഇഷ്ടാവില്ലല്ലോ. അന്നേ പറഞ്ഞതാണ്, ഈ ദിലീപിൻ്റെ കൂടെ ഒരു സിനിമ ഇറങ്ങി അത് 8 നിലയും 9 നിലയും 10 നിലയും കഴിഞ്ഞ് പൊട്ടി എന്നറിഞ്ഞപ്പോഴേ ഓർത്തതാണ് ഈ ഋഷഭയുടെ സ്ഥിതി എന്താവും. ഇതിപ്പോൾ അതിലേറെ വലിയ കഷ്ടമായിപ്പോയല്ലോ എൻ്റെ ലാലേട്ടാ. ഇതൊരു 24-50 നിലയ്ക്ക് മേലെ പൊട്ടിപ്പോയി. ഇതുവരെ 3 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ 1 കോടി രൂപ പോലും കളക്ട് ചെയ്തില്ല എന്ന് മൊത്തത്തിൽ പറയുമ്പോൾ എന്തൊരവസ്ഥയാണ് ലാലേട്ടാ. ലാലേട്ടൻ്റെ ആ വേഷത്തിനാണോ എന്തെങ്കിലും കുഴപ്പമെന്നൊരു സംശയമുണ്ട് എനിക്ക്. ഈ വേഷത്തിൽ വന്ന പല സിനിമകളും ഈ നിലം തൊടാതെ പോയോ എന്നൊരു സംശയമുണ്ട്. സാധാരണ മനുഷ്യനായി സാധാരണ മനുഷ്യൻ്റെ കഥ പറഞ്ഞ് എല്ലാവരെയും ചിരിപ്പിച്ച് മലയാളിക്ക് ഇഷ്ടപ്പെടുന്ന കഥകൾ പറഞ്ഞു ലാല് വന്നപ്പോഴൊക്കെ മലയാളി അംഗീകരിച്ചതല്ലേ. ഈ അമാനുഷികത കാണിച്ച് ഏതോ പൂർവ്വജന്മാന്തരങ്ങളിൽ നടന്നതിൻ്റെ പാപഫലങ്ങളുടെ തിക്തഫലങ്ങൾ അന്വേഷിച്ചു പോകുന്ന കഥകളും കെട്ടുകഥകളും രാമായണത്തിൽ നിന്നാണ് അല്ല ഹരിശ്ചന്ദ്രൻ്റെ കഥയിൽ നിന്നാണ് ഈ കഥകൾ ഉണ്ടാക്കിയതെന്നൊക്കെ നന്ദകിഷോർ പറഞ്ഞാൽ അത് കന്നഡക്കാരും തെലുങ്കുകാരും വിശ്വസിക്കും. മലയാളികളെ പറ്റിക്കാൻ പറ്റില്ല എൻ്റെ ലാലേട്ടാ. ലാലേട്ടൻ ഈ പണി ചെയ്യണ്ടായിരുന്നു എന്ന് തന്നെയാണ് പൊതുവെ എല്ലാവരും അഭിപ്രായപ്പെടുന്നത്. 2025 മനസമാധാനത്തോടുകൂടെ മലയാള സിനിമാ പ്രേമികൾക്ക് പോകാമായിരുന്നു. സന്തോഷിച്ച് ഒരു ഉഗ്രൻ സിനിമ സമ്മാനിച്ച് മോഹൻലാൽ വന്നുവല്ലോ, നമുക്കൊന്ന് ആഹ്ലാദിക്കാമായിരുന്ന ഒരു ചാൻസ് കളഞ്ഞു വിളിച്ചില്ലേ. ആ ദിലീപിൻ്റെ പടത്തിൻ്റെ കൂടെ ചേർന്നോടുകൂടെ തന്നെ ആ ഒരു ശാപം കൂടെ മോഹൻലാലേട്ടൻ്റെ കൂടെ വന്നോ എന്നാണ് ഇപ്പോൾ ജനങ്ങൾ ചോദിക്കുന്നത്, അല്ലെങ്കിൽ ലാലിൻ്റെ ആരാധകർ ചോദിക്കുന്നത്. ക്രിസ്തുമസിന് ഒരു പയ്യൻ ഇറങ്ങിയിട്ടുണ്ട്, നിവിൻ പോളി. എന്തോ അവൻ്റെ പടം വലിയ തിരക്കേടില്ലാണ്ട് ഓടുന്നു എന്ന് കേൾക്കുമ്പോൾ സമാധാനം. 2025 കഴിയുന്നതിന് മുമ്പ് ആ സിനിമയെങ്കിലും കണ്ടൊന്ന് മനസമാധാനപ്പെടാമെന്നാണ് വിചാരിക്കുന്നത്. എന്തായാലും ഇത് ഇത്തിരി കടന്ന കയ്യായി പോയി. നന്ദകിഷോർ കന്നഡയിൽ കുറേ നല്ല സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ട്. 5, 6, 7 പടമൊക്കെ ഒരുവിധം നന്നായി സക്സസ് ആയിട്ട് റാണ പോലെയുള്ള സിനിമകളൊക്കെ സംവിധാനം ചെയ്ത ആ പടത്തിൽ കാണിക്കുന്ന ഈ വലിയ വലിയ എന്താ പറയണ്ടേ അമാനുഷികമായ കഴിവുകളൊക്കെ കാണിച്ചാൽ അത് മലയാളിക്ക് ബോധ്യപ്പെടില്ല. എന്ന് മാത്രമല്ല മലയാളിക്കല്ല ഇന്ത്യയിലെ ഒരാൾക്കും ബോധ്യപ്പെട്ടില്ല എന്നുള്ളതാണ് ഇന്നലെ വരെ ആദ്യത്തെ 3 ദിവസത്തെ കളക്ഷൻ കാണിക്കുന്നത്. 1 കോടി രൂപ 70 കോടി രൂപ ചെലവാക്കി എന്ന് പറയുന്നിടത്ത് 1 കോടി രൂപ കിട്ടിയാൽ എന്താകും? 140 കോടി രൂപയെങ്കിലും നെറ്റ് കളക്ഷൻ ഉണ്ടായാൽ മാത്രം ലാഭമുണ്ടാക്കാൻ കഴിയുന്ന ഈ സിനിമയെ ഈ 3 ദിവസം കൊണ്ട് 1 കോടി രൂപയാണെങ്കിൽ അടുത്തൊരാഴ്ചക്കകം ഒരു 3 കോടി രൂപ പോലും ഈ സിനിമ ഉണ്ടാക്കില്ലേ എന്നുള്ളതാണ് പല സിനിമാ പ്രേമികളും ചോദിക്കുന്നത്. എന്തൊരു കഷ്ടമാണ്, ഒരു തലയെഴുത്താണ് എൻ്റെ ലാലേട്ട. എന്തായാലും ഇനിയെങ്കിലും പടങ്ങൾ ചെയ്യുമ്പോൾ ലാലേട്ടൻ പ്രത്യേകിച്ചും ഇത്തരം വേഷവിധാനങ്ങളൊക്കെ ഇട്ട് ലാലേട്ടനെ കാണുന്നത് ഇപ്പോൾ ആൾക്കാർക്ക് അത്ര താല്പര്യപ്പെടുന്നില്ലേ എന്നൊരു സംശയമുണ്ട്. എന്തായാലും വലിയൊരു നമസ്കാരം പറയട്ടെ. അടുത്ത വർഷമെങ്കിലും നല്ല സിനിമകൾ ചെയ്യാനും മലയാളികളെ ഇഷ്ടപ്പെടുന്ന കഥാപാത്രങ്ങൾ ചെയ്യാനും ലാലേട്ടന് കഴിയട്ടെ എന്നും ആശംസിക്കുകയല്ലാതെ ഋഷഭയുടെ തലയിലെഴുത്ത് മാറ്റാൻ ഞങ്ങൾ പ്രേക്ഷകർക്കാവില്ലല്ലോ. നന്ദി, നമസ്കാരം. മറ്റൊരു വിഷയവുമായി മറ്റൊരു എപ്പിസോഡിൽ കാണുന്നതുവരെ താങ്ക് യു.